നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്കിഷ്ടമുള്ളിടത്തെല്ലാം. എനിക്കറിയാം ചില ഫെമിനിസ്റ്റുകളുണ്ട്. എന്നാൽ നമുക്കിത് മുൻവിധികളില്ലാതെ വിവേകപൂർവ്വം നോക്കാം. നിങ്ങളിത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന്. നിങ്ങൾ പറയൂ, ഒരു സ്ത്രീ എന്ന നിലയിൽ മാസത്തിലെ ആ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്രമം ആഗ്രഹിക്കുന്നില്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ. ഹലോ, അത് കഠിനമായ ശാരീരിക അധ്വാനമാണെങ്കിൽ, കാരണം അക്കാലത്തെല്ലാം ശാരീരിക അധ്വാനമായിരുന്നു. പണ്ട് പാചകം ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ മൈക്രോവേവ് ഓവനിൽ വെച്ച് അങ്ങനെയല്ല. വിറക് മുറിക്കണം, അമ്മിയിൽ അരയ്ക്കണം, വെള്ളം ചുമന്നുകൊണ്ട് വരണം. വലിയ ശാരീരിക അധ്വാനമായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ അവർ പറഞ്ഞു, നിങ്ങൾ അടുക്കളയിൽ പ്രവേശിക്കേണ്ടതില്ല, വിശ്രമിച്ചോളൂ. ഇനിയും പൂജ ചെയ്യുന്നത്, നിങ്ങൾ ആരാധനകളെക്കുറിച്ചാണ് ചോദിച്ചത്. ആരാധനകൾ എന്നാൽ വെറുതെ ഇങ്ങനെ ആയിരുന്നില്ല, അത് വലിയൊരു പ്രക്രിയയായിരുന്നു. അപ്പോൾ അവിടെയും അവൾക്കൊരു വിശ്രമം ലഭിച്ചു. അവൾ ആർത്തവ സമയങ്ങളിലാണെങ്കിൽ അവൾ അത് ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവെ അവൾക്ക് എല്ലാത്തിൽ നിന്നും വിശ്രമം നൽകി. കാരണം ഒരു മാസത്തിൽ അവൾക്ക് ലഭിച്ചിരുന്ന അവധി ദിവസങ്ങൾ അത് മാത്രമായിരുന്നു. അവൾക്ക് ഞായറോ തിങ്കളോ വെള്ളിയോ അവധിയായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മളതിനെ നോക്കിക്കാണുന്നത് ചരിത്രത്തിൻ്റെ തെറ്റായ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. നമ്മളിപ്പോഴുള്ള കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തെറ്റായി നോക്കുകയാണ്.